ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 28ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിലവസാനത്തെ ഭാഗം ആരെയാണ് വിപത്തി സ്പർശിക്കാത്തത്, ആപത്താരെ സ്പർശിക്കില്ല എന്നായിരുന്നു. അവിടെ പ്രവൃദ്ധവചനാനുവർത്തിനം ദാന്തം, പ്രവൃദ്ധവചനാനുവർത്തിനം, പ്രവൃദ്ധൻ്റെ വചനത്തിനെ അനുവർത്തിക്കുന്ന ആൾ എന്ന് വെച്ചാൽ ജ്ഞാനവൃദ്ധൻ, തപോവൃദ്ധൻ, വയോവൃദ്ധൻ, ശീലവൃദ്ധൻ, ഇങ്ങനെയുള്ള വൃദ്ധൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ആളെ ഒരിക്കലും വിപത്ത് സ്പർശിക്കില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. ഒരാൾ വൃദ്ധനായ ഗുരുനാഥൻ്റെ ഉപദേശം കേൾക്കുന്നു, ബഹുമാനപൂർവ്വം കേൾക്കുന്നു, അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അയാൾ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ആളായിരിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ അയാൾ പലതിൽ ചെന്ന് വീഴും, അയാളുടെ ജീവിതം പരാജയമാകും. ഗുരുനാഥൻ്റെ ഉപദേശം കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രയോജനമില്ല, അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രവൃദ്ധവചനാനുവർത്തിനം ദാന്തം എന്ന് പറഞ്ഞത്. ദമശീലൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളവൻ, അങ്ങനെയുള്ള ആളെ ഒരിക്കലും വിപത്ത് സ്പർശിക്കുന്നില്ല. തുടർന്ന് കസ്മൈ സ്പൃഹയതി കമലാ ത്വനലസചിത്തായ നീതിവൃത്തായ ത്യജതി ചകം സഹസാ ദ്വിജഗുരുസുരനിന്ദാകരം ച സാലസ്യം. കസ്മൈ സ്പൃഹയതി കമലാ. സാധാരണഗതിയിൽ മനുഷ്യരെല്ലാവരും കമലയെ, ലക്ഷ്മിയെ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് പതിവ്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ആർക്കായിക്കൊണ്ട് കമല ആഗ്രഹിക്കുന്നു എന്നാണ്. ആരെ പ്രാപിക്കാൻ വേണ്ടി, ആരെ അനുഗ്രഹിക്കാൻ വേണ്ടി, ആരെ നേടാൻ വേണ്ടി സാക്ഷാൽ ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നു? ഇതാണ് ചോദ്യം. ആരെയാണ് ലക്ഷ്മി പോയി സേവിക്കുന്നത്? മറുപടി അനലസചിത്തായ നീതിവൃത്തായ. അലസന്മാരുടെ അരികിലേക്ക് ലക്ഷ്മി ഒരിക്കലും പോവില്ല. അനലസമായ, ആലസ്യമില്ലാത്ത ചിത്തത്തോടു കൂടിയവൻ, അല്ലെങ്കിൽ അലസതയില്ലായ്മയിൽ ഉറച്ച ചിത്തത്തോടു കൂടിയവൻ, സദാ കർമ്മനിരതൻ, ബുദ്ധിപൂർവകമായി ചെയ്യാനുള്ള കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ആൾ നീതിവൃത്തായ, നീതിയുക്തമായ രീതിയിൽ ജീവിക്കുന്നവനായിരിക്കണം, നീതിജ്ഞനായിരിക്കണം. നീതിജ്ഞൻ മാത്രമല്ല, നീതിവൃത്തനായിരിക്കണം. നീതിവൃത്തൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വൃത്തം, ജീവിതം, അനുഷ്ഠാനം, ആചരണം നീതിയുക്തമായിരിക്കണം. അപ്പോൾ എപ്പോഴും നീതിയെ പാലിക്കുന്നവനും ഒരിക്കലും അലസനല്ലാത്ത ആളുമായ വ്യക്തിയെ ലക്ഷ്മി ദേവി അങ്ങോട്ട് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾ സമ്പന്നനാകുന്നു, ശാന്തി സമൃദ്ധമായ ജീവിതത്തെ നയിക്കാൻ ശക്തനാകുന്നു എന്ന് പറയേണ്ടതില്ല. ഇതാണ് ആരെയാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് മറുപടി. ഉടനെ അടുത്ത ചോദ്യം വരികയാണ്, ത്യജതി ചക്കം സഹസ. കം, ആരെയാണ് സഹസാ ത്യജതി, പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ ആരെ ഉപേക്ഷിക്കുന്നു എന്നുള്ളിടത്ത് തൊട്ട് മുൻ വരിയിൽ നിന്ന് കമലാ എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ആരെയാണ് ലക്ഷ്മി ദേവി പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നത്, പ്രാപിക്കാതിരിക്കുന്നത്? അഥവാ പ്രാപിച്ചാൽ തന്നെയും ഉടനെ കൈവിട്ട് ഉപേക്ഷിക്കുന്നത് ആരെയാണ്? മറുപടി ദ്വിജഗുരുസുരനിന്ദാകരം സാലസ്യം. ദ്വിജഗുരുസുരനിന്ദാകരം, ദ്വിജന്മാരെയും
ഗുരുക്കന്മാരെയും സുരന്മാരെയും നിന്ദിക്കുന്നവനെ പിന്നെ സാലസ്യം ആലസ്യത്തോടൊത്തവനെ ലക്ഷ്മീദേവി ഉപേക്ഷിക്കുന്നു. സഹസായവ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്നു. അഥവാ ലക്ഷ്മീദേവി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഉപേക്ഷിക്കുന്നു എന്നർത്ഥം. ഇവിടെ ദ്വിജഗുരുസുരനിന്ദാകരം എന്നാണ് ആദ്യം. ദ്വിജൻ എന്നാൽ രണ്ടാമത് ജനിച്ചവൻ. അമ്മയിൽ നിന്ന് ജനിച്ചു, അമ്മ പ്രസവിച്ചപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചു. അനന്തരം ഉപനയന സന്ദർഭത്തിൽ ഗായത്രി സ്വീകരിച്ച് ഗായത്രിയെ വരിച്ച് നിരന്തരമായ നിത്യമായ ഉപാസനയിലൂടെ നവീനമായ ജന്മത്തെ നേടുകയാണ്. അങ്ങനെ രണ്ടാമതൊരു ജന്മത്തെ ഗായത്രി സ്വീകരണത്തെ തുടർന്ന് അഥവാ ഉപനയനത്തെ തുടർന്ന് നേടുന്നവനാരോ അവനാണ് ദ്വിജൻ. അപ്പോൾ ദ്വിജനെയും ഗുരുവേയും അന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരു. നമുക്കുള്ളിലെ ഇരുട്ടിനെ തൻ്റെ ഉപദേശ അമൃതം കൊണ്ട് നീക്കുന്നവൻ ഗുരു. അഥവാ ഗുരു വ്യക്തമായി ഉപദേശിക്കുന്നവനാണ്. വ്യക്തമായി ഉപദേശിക്കുന്നവൻ ഗുരു. അപ്പോൾ ഗുരുവേയും ദ്വിജനെയും സുരനെയും, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, ആർക്കായിക്കൊണ്ട് സുര സമർപ്പിക്കപ്പെടുന്നുവോ യാഗത്തിൽ അവനാണ് സുരൻ. യാഗത്തിൽ ആർക്കായിക്കൊണ്ട് സുര സോമരസം സമർപ്പിക്കപ്പെടുന്നുവോ അവൻ സുരൻ. അങ്ങനെ ദ്വിജന്മാരെയും ഗുരുവിനെയും അഥവാ ഗുരുക്കന്മാരെയും സുരന്മാരെയും നിന്ദിക്കുന്നവനെയും സാലസ്യം എന്ന് പറഞ്ഞാൽ സാലസ്യൻ എന്ന് പറഞ്ഞാൽ ആലസ്യത്തോടൊത്തവൻ. ആലസ്യം അലസൻ്റെ ഭാവം. അലസനായിട്ട് കാര്യഗൗരവമില്ലാതെ അധ്വാനിക്കാതെ പണിയെടുക്കാതെ മടിയനായിരിക്കുന്നവൻ. അങ്ങനെ മടിയന്മാരെ ലക്ഷ്മി പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കും. ഇതാണ് ചോദ്യത്തിന് മറുപടി. അങ്ങനെ ആവരുതേ എന്ന് ഇവിടെ താത്പര്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.